അർജന്റീന വേഴ്സസ് ചിലി പോരാട്ടത്തിന്റെ 78-ാം മിനിറ്റിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. സ്റ്റേഡിയത്തിൽ അതുവരെയില്ലാത്തൊരു ബഹളം. അവരിങ്ങനെ ആവേശഭരിതമായി ബഹളം വെക്കാൻ ആരാണയാൾ? ഞൊടിയിടയിൽ ഒരു 10-ാം നമ്പർ കുപ്പായം കണ്ടു. മെസ്സി ഇന്നില്ലല്ലോ, പിന്നെ ആരാണവൻ? കണ്ണു തിരുമ്മി ക്യാമറ കുറച്ചുകൂടെ ക്ലോസ് ആക്കി നോക്കി. അതെ, ആ 10-ാം നമ്പർ ഇട്ടിരിക്കുന്നത് ഏറ്റവും അർഹൻ തന്നെയായിരുന്നു. ഒരുപക്ഷെ മെസ്സി കഴിഞ്ഞാൽ അർജന്റീനയിൽ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള മുതല്. ഇറങ്ങി 90-ാം മിനിറ്റിൽ ഗോൾ നേടി ആ നീലയും വെള്ളയും കലർന്ന ആ ഇതിഹാസ ജേഴ്സിയോട് അയാൾ നീതി പുലർത്തിയിരിക്കുന്നു. അതെ, പൗളോ ബ്രൂണോ എക്സിക്കൽ ഡിബാല. تتهيأ إلى جرناتشو، هذا جرناتشو في مكان إلى ديبالا، صواب القميص لوحده يمكن أن يهزمك، القميص لوحده. കുറച്ച് ദിവസമായി ഡിബാലയെക്കുറിച്ച് കേട്ട വാർത്തകൾ തീർത്തും നിരാശ നിറഞ്ഞതായിരുന്നു. കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള അർജന്റീന സ്ക്വാഡിൽ നിന്നും അധിക റിക്രൂട്ട്മെന്റിന്റെ പേരിൽ സ്കലോണി അയാളെ തഴഞ്ഞതും, മെസ്സിയും ഡീമറിയുമില്ലാത്ത വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ നിന്നും അയാളെ ഒഴിവാക്കിയതും, 75 മില്യൺ യൂറോ എന്ന വലിയ ഓഫറിൽ അൽ ഖദീസിയ എന്ന സൗദി ക്ലബിലേക്ക് ഡിബാല പോകുമെന്ന വാർത്തകൾ ഫാബ്രിസിയോ പോലത്തെ വലിയ ജേർണലിസ്റ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ എൻ്റെ മനസ്സ് പോയത് കുറച്ച് പിറകിലോട്ടാണ്. വർഷം 2016. ലിയണൽ ആൻഡ്രസ് മെസ്സി രാജ്യാന്തര കുപ്പായത്തിൽ നിന്ന് വിരമിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ പല കോളിൽ നിന്നും മുഴങ്ങിക്കേട്ടത് പൗളോ ഡിബാല എന്ന നാമമായിരുന്നു. ഓരോ കാലഘട്ടത്തിലും പുതിയ ഇതിഹാസങ്ങളെ കാലത്തിന് സമ്മാനിക്കുന്ന അർജന്റീന എന്ന രാജ്യം മെസ്സിക്ക് ശേഷം അവരുടെ രക്ഷകനായി കണ്ടതും ഡിബാലയായിരുന്നു. പക്ഷേ അയാൾ പിറവി കൊണ്ടത് മെസ്സിയുടെ കാലഘട്ടത്തിലായി എന്നതാണ് അയാൾക്ക് പറ്റിയ പിഴവ്. പലപ്പോഴും മെസ്സിയുടെ മറവിൽ ഒരു നിഴലായി മാത്രമാണ് അയാളെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കളി രീതിയിൽ മെസ്സിയെപ്പോലെ നീതി പുലർത്തിയത് കൊണ്ടാവണം മെസ്സിയെ പിൻവലിച്ച് അയാൾ ട്രൈ ചെയ്യാൻ പരിശീലകന്മാരാരും മുന്നോട്ട് വന്നില്ല. പലപ്പോഴും ഈ ഒരു കാരണത്താലാണ് പല നിമിഷങ്ങളിലും അയാളെ താഴെപ്പെട്ടത്. പക്ഷേ അവരാരും എങ്ങനെ ഡിബാലയെ ഈ ടീമിൽ ഉൾപ്പെടുത്തി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് പരിശ്രമിച്ച് നോക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. തനിക്ക് അവസരം ലഭിച്ചപ്പോഴെല്ലാം തനിക്കാവുന്നതെല്ലാം ഈ ടീമിന് വേണ്ടി അയാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഫൈനലിസ്മയിലെ അവസാനത്തെ ഗോളും വേൾഡ് കപ്പിലെ നിർണായകമായ പെനാൽറ്റിയെല്ലാം ഡിബാലയിൽ ആരാധകർക്കുള്ള വിശ്വാസമാണ്. 2017 ചാമ്പ്യൻസ് ലീഗിന്റെ രാത്രികളിലേക്ക് ഞാൻ അറിയാതെ സഞ്ചരിക്കുകയാണ്. ബാർസലോണക്കെതിരെ തീപ്പൊരി പ്രകടനം കാഴ്ചവെച്ച് അലിയൻസ് ആരാധകരുടെ പ്രിയപ്പെട്ടവനായവൻ. എന്നാൽ കാലം അയാളുടെ ക്ഷമാപണത്തിന് മറുപടി നൽകി വീണ്ടും ഒരിക്കൽ കൂടെ പൗളോ ഡിബാല എന്ന മാന്ത്രികൻ നീലയും വെള്ളയും കലർന്ന ആ ഇതിഹാസ ജേഴ്സിയിലേക്ക് കടന്നു വരികയാണ്. സൗദിയുടെ വമ്പൻ ഓഫർ തള്ളി റോമിൽ തുടരാൻ അയാൾ ആഗ്രഹം പ്രകടിപ്പിച്ചതു മുതൽ അർജന്റീന നാഷണൽ ടീമിലേക്കും വിളി വന്നിരിക്കുന്നു. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ചിലിക്കെതിരെ 85-ാം മിനിറ്റിൽ കളത്തിലിറങ്ങി 90-ാം മിനിറ്റിൽ അസാധ്യമെന്ന് തോന്നിപ്പിക്കുന്ന ആംഗിളിൽ നിന്ന് ചിലിയുടെ വലയിലേക്ക് പന്തിനെ പായിപ്പിച്ച് ആ 10-ാം നമ്പർ ജേഴ്സിയോട് അയാൾ നീതി പുലർത്തിയിരിക്കുന്നു. എന്നാൽ എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തിയ കാര്യം മറ്റൊന്നാണ്. കൊളംബിയക്കെതിരെ അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിലാണ് അൽവാസിനെ കളിപ്പിച്ചതെങ്കിൽ അവിടെ എന്തുകൊണ്ടും അനുയോജ്യം ഡിബാലയായിരുന്നില്ലേ? ആ മത്സരത്തിൽ 85-ാം മിനിറ്റിൽ ഇറക്കിയ ഡിബാലയെ കുറച്ചു മുമ്പേ ഇറക്കിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ നമുക്ക് കാണാമായിരുന്നു. ലിയണൽ സെബാസ്റ്റ്യൻ സ്കലോണിയുടെ പല തീരുമാനങ്ങളിലും ആരാധകർ തൃപ്തരാണെങ്കിൽ ഡിബാലയുടെ ഈ കേസിൽ മാത്രമാണ് ആശാനോട് അവർക്ക് എതിർപ്പുള്ളത്. അതെ, കാൽപന്ത് ലോകം ചിലപ്പോൾ അങ്ങനെയാണ്. അത് അസമത്വത്തിൻ്റെയും അസന്തുലിതാവസ്ഥയുടെയും പ്രതിരൂപമാണ്. ഒരുപക്ഷെ കരീം ബെൻസിമയെ പോലെ അയാളുടെ ഉദയം അയാളുടെ അവസാന സമയത്താകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 30-ൽ നിൽക്കുന്ന ഡിബാലയ്ക്ക് അയാളുടെ കഴിവിനെ ലോകത്തോട് കാണിച്ചു കൊടുക്കാൻ കോച്ച് ലിയണൽ സ്കലോണിക്ക് മനസ്സ് വരട്ടെ എന്ന അപേക്ഷയോടെ സ്പോർട്സ് ഡെസ്ക് ഫുഡ് ആൻഡ് ടൈം.